മനസ്സിലായില്ലേ? ഉടമ്പടി കാലത്ത് പ്രത്യേകിച്ച് ഉടമ്പടി ഒരു ജീവിത രീതിയാണ്. 90 ദിവസത്തേക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു പ്രോഗ്രാമല്ല, ഒരു ഫങ്ഷനല്ല, അതൊരു ജീവിത രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു നിലപാടുണ്ട്. ആരാണ് എന്നെ ശക്തനാക്കുന്ന? ആരാണ്? ദൈവം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു കാര്യത്തിന് വേണ്ടി ഇപ്പം നിങ്ങളുടെ മതിലൊരുത്തം മതിൽ പൊളിച്ചു. ഇപ്പം ഇന്നലെ ഇപ്പം ഈ സിലുവിൻ്റെ സാക്ഷ്യത്തിലുണ്ടേ, സിലുവിൻ്റെ വീട്ടിൽ എല്ലാ ദിവസവും ഓരോ പാമ്പ് മാറി മാറി കയറണം. ഒരു പാമ്പ് അണലി ഒരു ദിവസം വന്നാൽ അടുത്ത ദിവസം മുറുക്കം വരും, പിന്നെ ചേനത്തണ്ടം വരും, ശംഖുവരയും വരും. ഇങ്ങനെ ഓരോ പാമ്പ് വരികയാണ്. മൊത്തം ഇതിനെ കൈകാര്യം ചെയ്യാൻ ഇവർക്ക് പറ്റണില്ല. ഇത് കൈകാര്യം ചെയ്യാൻ വേണ്ടി വേറെ ആരെയും വിളിച്ച് വരുത്തിയ ഏക്കത്തില്ല ഈ സാധനം. കാര്യം കോംപ്രമൈസ് ടോക്കിന് തയ്യാറല്ല ഈ മുറുക്കപ്പാമ്പൊക്കെ, ഒത്തുതീർപ്പിന് തയ്യാറല്ല. അവന്മാർ കയറി വേണമെങ്കിൽ നമ്മുടെ തലേൻ്റെ താഴെ ഇരിക്കും. അപ്പോൾ ഈ ലോകത്ത് കോംപ്രമൈസ് ടോക്കിന് തയ്യാറല്ലാത്ത ഒത്തിരിയേറെ ജീവികളും ഈ ജീവിത വിഷയങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ പറ്റത്തില്ല. മനുഷ്യന്മാരിൽ ആശ്രയിക്കുമ്പോഴും മരുന്നിൽ ആശ്രയിക്കുമ്പോഴും എല്ലാം ചെയ്യാൻ പറ്റത്തില്ല. കിഡ്നിയുടെ മരുന്ന് കഴിക്കുന്നതിന് കരൾ രോഗം ഉണ്ടെങ്കിൽ അതിന് വേറെ മരുന്ന് കഴിക്കേണ്ടി വരും. ആ മരുന്ന് എല്ലാം ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് എൻ്റെ അത് വരുന്ന വിഷയം വരണത്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാം ഈ ദൈവത്തിന് ഒരു ഓപ്ഷൻ നമുക്കില്ല. നിങ്ങൾ ഉടമ്പടിക്കാലം ശ്രദ്ധിക്കുമ്പോൾ തന്നെ ഓർക്കുക, ഞാൻ ഉടമ്പടിയിലാണ്, അതുകൊണ്ട് എനിക്ക് ഇന്ന കാര്യങ്ങൾ നിലപാടുകൾ ദൈവവിഹിതമായ നിലപാട് എടുത്തത്. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കണം നിലപാട് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ മനുഷ്യന് 1-ാം സ്ഥാനം കൊടുക്കണമെന്ന് നിലപാട് എടുക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും. അതിനാണ് പ്രലോഭനമെന്ന് പറയണത്. മനസ്സിലായില്ലേ? അതിന് കർത്താവ് എൻ്റെ മരുന്നെന്താ പറഞ്ഞിരിക്കണത്? അത് ബ്ലോക്ക് ചെയ്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. കാര്യം നിങ്ങൾ അങ്ങനെ വന്നാൽ നിങ്ങൾ വീണ് പോകും. അതുകൊണ്ട് ഇങ്ങനെ ദൈവത്തിനേക്കാൾ വലിയ ഒരു സംവിധാനത്തിൽ നമ്മൾ ആശ്രയിക്കുന്ന ദൈവത്തെക്കാൾ വലിയ സംവിധാനമാണെന്ന് മിഥ്യാധാരണയിൽ നമ്മൾ മനുഷ്യന്മാരിൽ ആശ്രയിക്കാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ്? പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്. നമ്മളത് സെക്സായിട്ട് മനസ്സിലാക്കി. സെക്സല്ല പ്രശ്നം. പക്ഷേ എന്താ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തെക്കാൾ നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ ആദ്യമേ അവിടെ നിന്നാണ് ഈ പ്രലോഭനം സ്റ്റാർട്ട് ചെയ്യണത്. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാവരുത്. ദൈവത്തിൻ്റെ സ്ഥാനത്ത് നമ്മൾ സ്വർണം ചിലപ്പോൾ ദൈവമായിട്ട് വരും. ദൈവം ഇപ്പോൾ ഒരു സ്വർണം നമുക്ക് വാങ്ങിച്ചിട്ട് തരണില്ല അവർ. അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ് നിങ്ങളോട്, വായ്പ വാങ്ങിച്ചതാണ്. പക്ഷെ അവർ വിറ്റ് മാറ്റി, അവർ തന്നില്ല. അവരോട് വിളിച്ച് പറഞ്ഞ് അപ്പോൾ അവർ ചോദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാർക്ക് ഭയങ്കര അഹങ്കാരം ഉണ്ടല്ലോ, അവരെ കയ്യിൽ നിന്ന് കുഴപ്പം സംഭവിച്ചു. പക്ഷേ ഇപ്പോൾ അവർ പറയണത് എന്താണെന്നറിയാമോ? മേടിക്കാമെങ്കിൽ മേടിക്കാനാണ് പറയണത്. നമ്മുടെയൊക്കെ എന്ത് സ്വർണ്ണം അരിയും തിന്ന് ആശ്വാസത്തിനൊക്കെ അടിച്ച് എന്നിട്ടും പട്ടിക്ക് മുറിവുറപ്പ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ വരുന്ന അനുഭവങ്ങൾ ആ തരവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളുടെ വരുമ്പോൾ നമ്മളെന്ത് ചെയ്യും? അപ്പോഴും ഞാൻ ഉടമ്പടി എടുത്തിരിക്കണത് കൊണ്ടാണ് ഈ 90 ദിവസം കഴിയട്ടെ, നിൻ്റെ കൈയും കാലും ഞാൻ വിട്ടു എന്ന് പറയും. അതാണ് പ്രശ്നം. അവിടെയാണ് പ്രശ്നം. ഇതാണ് പ്രലോഭനം എന്ന് പറയണത്. പ്രശ്നം മനസ്സിലായില്ലേ? നിങ്ങളിങ്ങനെ 90 ദിവസം കഴിയുമ്പോൾ കൈയും കാലും വിട്ടുമെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ഉടമ്പടി ഇപ്പം തന്നെ നിരക്കാൻ തുടങ്ങിയിരിക്കണത്. നിങ്ങൾ ആരാണെന്നറിയാമല്ല, മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവനെ അറിയാമെന്ന്. അതാ വിഷയം. 2:24 എടുത്തേ. ശ്രുതികട ഹല്ലേലൂയ. യോഹന്നാൻ ശ്രുതികട ഹല്ലേലൂയ. യോഹന്നാൻ 2:24. യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല, കാരണം അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. 25. മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല. മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. അതാ പറയാം, വൃത്തിയായിട്ടും വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഉടമ്പടി ലാഗ് ചെയ്യാൻ കാര്യത. നിങ്ങൾ എന്ത് ഉരുപ്പടിയാണെന്നുള്ളതിനെക്കുറിച്ച്, കാതലാണോ വെള്ളയാണോ എന്നുള്ളത് അറിയാൻ പറ്റും. ഈ മരം വിൽക്കുന്ന ആൾക്കാർ വരത്തില്ലേ, അപ്പോൾ അവർ നമ്മൾ ആഞ്ഞിലേക്ക് കാണിക്കുമ്പോൾ പറയും, എൻ്റെ ചേച്ചി ഇത് കേട്ടൊന്നും കിട്ടത്തില്ല, ഞാൻ 14,000 രൂപ തന്നെ ഞാൻ കൂടുതലാണ് പറഞ്ഞത്, ഇത് മുഴുവൻ വെള്ളയാണെന്ന് പറയും. ചിലപ്പോൾ കള്ളത്തരായിരിക്കും അത് പറയണതേ, നമുക്കിപ്പോൾ അത് ലാഭത്തിൽ കിട്ടാൻ വേണ്ടിയാണ്. പക്ഷേ എന്നാലും ശരി, ഒരു വ്യക്തിയെ കാണുമ്പോൾ ദൈവം കാതലാണോ വെള്ളയാണെന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യം കണ്ടു കഴിയുമ്പോൾ നമ്മൾ ആരായിരിക്കും ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് 2:25 പറയണത്. എന്താണ്? മനുഷ്യനുള്ളത് എന്താണെന്ന് അവന് നേരത്തെ അറിയാമായിരുന്നു. അത് സീരിയസ് നിസ്സാര വിഷയമല്ല.
അതായത് ഇതുപോലെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ നീ ദൈവത്തെ വിട്ടു നിൽക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു ഗോവയെന്ന് ഒരു സഹോദരി വന്ന, അപ്പം ഞാൻ അവരെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്കെന്തോ പന്തികേട് തോന്നി, നോട്ട് റൈറ്റ് എന്ന് തോന്നി. അപ്പം ഞാനിവിടെ രണ്ടാമത് ഇവരുടെ ചീട്ടെടുത്ത് കൂട്ടത്തിൽ നിന്ന് എടുത്ത് രണ്ടാമത് പൊക്കിയെടുത്ത് വായിച്ച് നോക്കിയപ്പോൾ പുതിയ ഉടമ്പടിയാണ്. പുതിയ ഉടമ്പടിക്കാർ ചില NRIക്കാരാണെങ്കിൽ ചിലപ്പോൾ എമർജൻസി ആണെങ്കിൽ അവർ 5 കൊല്ലം കഴിഞ്ഞാലേ പിന്നെ വരത്തുള്ളൂ. അവരച്ഛൻ കാണാൻ ചിലപ്പോൾ അവർക്ക് ഈ വിഷയം സീരിയസ് ആണെങ്കിൽ അനുവദിക്കും, വിഷയം സീരിയസ് ആണെങ്കിൽ അനുവദിക്കും. പക്ഷേ ഇവർ ഗോവക്കാരത്തെയാണ്. ഇവർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉടമ്പടി എടുത്തിട്ട് ആ ഉടമ്പടി ജീവിക്കണം. ആദ്യം പോയി ഇവർ കത്തോലിക്കരാണെങ്കിൽ പോയി കുമ്പസാരിക്കണം. ആ ഉടമ്പടി ജീവിച്ചിട്ട് 90-ാം പക്കമാണ് തിരിച്ച് വന്നിട്ട് അവർ കാണാൻ പറ്റണമെങ്കിൽ, അത്യാവശ്യമായിട്ട് കാണണമെങ്കിൽ കാണേണ്ടത്. ഇവരങ്ങനെ ഒന്നുമില്ലാതെ നേരെ ഉടമ്പടി എടുത്തിട്ട് നേരെ. അപ്പം ഞാൻ മാനേജറെ വിളിപ്പിച്ച് പറഞ്ഞു, നിങ്ങൾ അവിടെ ചതിക്കാനിരിക്കണമെന്ന് ചോദിച്ചു. എന്താ പ്രശ്നം? അപ്പോൾ അയാൾ എന്നോട് പറയണത് 2 ദിവസമായിട്ട് അമ്മയും മകളും ഇവിടെ പുറകെ അടക്കുകയാണ്, അച്ഛനെ കാണണമെന്ന് പറഞ്ഞു. ഇപ്പോൾ കണ്ടാൻ പറ്റപ്പോൾ എന്താ വിഷയം? അപ്പോൾ ഇവിടെ സൂര്യകരായിട്ട് പുള്ളി ചുറ്റെടുത്ത് വിടും. അപ്പോൾ ഞാനിവിടെ പിടിച്ചു. എനിക്ക് ആളെ കാണുമ്പോൾ അറിയാൻ പറ്റും പെശകല്ല. ഞാൻ ഈ ചീട്ട് 2ാം വായിച്ച് നോക്കിയപ്പോൾ എന്താ പറ്റുന്നറിയാവോ? ഇവരെഴുതി വെച്ചിരിക്കുന്ന കാര്യം ഇവർ ഭർത്താവുമായിട്ട് പിരിഞ്ഞ് താമസിക്കുകയാണ്. എന്നിട്ട് ഇപ്പോൾ 19 കൊല്ലം കഴിഞ്ഞ് അവിടെ മകൻ അവരുടെ ഭർത്താവിൻ്റെ കൂടെയാണ്. അപ്പോൾ ആ മകനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് കിട്ടുമെന്ന്. കാര്യം അതിന് കുറേ ചടവ് നിവർത്താനുണ്ട്. കാര്യം ഒന്നാമത്തെ കാര്യം, ആരാണ് ആദ്യം പിരിഞ്ഞതെന്ന് അറിയണം. ഇവളാണ് ഇട്ടച്ചും പോകുന്നത്, അവനാണ് പോകുന്നതെന്ന്. അവനാണ് ഇവളെ ഉപേക്ഷിച്ചതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നീതിയുടെ പക്ഷം നിൽക്കും. ഒരു നീതിപക്ഷം ഉണ്ടല്ലോ. നമ്മളുള്ള പ്രകൃതമെല്ലാം കാണിച്ചു കൂട്ടിച്ച് ഇവിടെ ഉടമ്പടി എടുക്കുമ്പോൾ എല്ലാം ഉരുത്തി കണ്ട് വായിലോട്ട് വിഴുങ്ങി തരുന്ന നമ്മൾ ആനയ്ക്ക് നമ്മൾ പട്ട കൊടുക്കുമെന്നാണ് വിചാരിക്കണത്. നടക്കത്തില്ല, ഒറ്റ നടക്ക് പോകത്തില്ല. ഒന്നാമത്തെ എനിക്ക് അവരോട് സംസാരിക്കാൻ നല്ല തിരക്കായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ അവരോട് ശരിക്കും സംസാരിച്ചു തരാം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ആ വിഷയം ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആര് പറഞ്ഞിട്ടാണ് നീ കൂദാശ ബന്ധം പിരിഞ്ഞത്? നിന്നെ ഉപേക്ഷിച്ചതാണെങ്കിൽ ഓക്കെ, ദൈവത്തെ അറിയാൻ പാലാത്തവർ അങ്ങനെ പല കാര്യം ചെയ്യും. ദൈവത്തെ അറിഞ്ഞിട്ടും അറിയാൻ പാലാതെ നടിച്ചുകൊണ്ട് നിൻ്റെ സൗകര്യത്തിന് വേണ്ടി നീ കൊച്ചിനെ ആ പെങ്കൊച്ചിനെയും വിളിച്ചുകൊണ്ട് അവളെ പോകുന്നേ നേരത്തെ. ഇപ്പം 19-ാമത്തെ വയസ്സിൽ ആങ്കൊച്ചിനെ കൂടി വീട്ടിൽ നിർത്തി വേല എടുപ്പിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു അരിശം കൊണ്ട് ആറ്റിച്ചാടുന്നവരെ വേറെ പല അരിശം എടുത്താൽ പിന്നെ അവിടെ പോകാൻ പറ്റത്തില്ല. ഇപ്പോഴെന്ത് 19-ാം വയസ്സിൽ ആ പയ്യനെ കിട്ടണമെന്ന് പറയുകയാണ്. അതിനകത്ത് നീതി ഉണ്ടോ എന്ന് അറിയത്തില്ല. അവനാണ് ഇവളെ ഉപേക്ഷിച്ചെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ അകത്തൊരു സ്കോപ്പുണ്ട്. പക്ഷേ അല്ലെങ്കിൽ സ്കോപ്പില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഏകപക്ഷീയമായിട്ട് ഇറങ്ങിപ്പോകുന്നതാണ്, കൊച്ചിനെയും വിളിച്ചുകൊണ്ട് പോകുന്നതാണെങ്കിൽ സ്കോപ്പില്ല അതിൻ്റെ അകത്ത്. ഇനി ഇവിടെ സ്കോപ്പ് ഉണ്ടായിട്ട് നമ്മൾ എന്തെങ്കിലും തരത്തിൽ അയാൾക്ക് മനസ്സലിഞ്ഞ് ചിലപ്പോൾ ഈ കൊച്ചിനെ അമ്മയ്ക്ക് നിനക്കിഷ്ടമുള്ള പോകാമെന്ന് അവൻ പറഞ്ഞാൽ പോലും ദൈവത്തിരുസന്നിധിയിൽ ഈ സംഭവം ഇങ്ങനെ കിടക്കും. ദൈവത്തെപ്പോലും മാനിക്കാത്തവരാണ് ഞാൻ എപ്പോഴും നോക്കാറുണ്ട്, ഡൈവേഴ്സ് ചെയ്യുന്ന ആൾക്കാരിൽ ഒരു 50% ദൈവത്തെ മാനിക്കാത്തവരാണ്. ഇതൊരു വിവാദമാക്കേണ്ട കാര്യമില്ല. ഞാൻ 21 വർഷത്തോളം ഈ 89 മുതൽ 2000 ഇപ്പോഴുള്ള 25 വരെ 21 ലക്ഷത്തോളം മനുഷ്യരെ കൗണ്ട് ചെയ്തിട്ടാണ് ഇത് ഞാൻ പറയണത്. ഡൈവേഴ്സ് ചെയ്യാൻ ഉദ്ദേശിച്ചവർ 50% ദൈവഭയമില്ലാത്തവരാണ്. അവരുടെ അപ്പുറത്തെ കാര്യം നടന്നു പോരണം, അല്ലെങ്കിൽ അവരുടെ സൗകര്യം അനുസരിച്ച് കാര്യങ്ങൾ നടക്കണം. അതിനുവേണ്ടിയാണ്. ഒരിക്കൽ ദൈവത്തെ ഉപേക്ഷിച്ചവർ പിന്നെ എത്ര കടന്ന് മോങ്ങിയാലും ആ ദൈവം നിത്യതയെ പോലെ തിരിച്ചു വരത്തില്ല. പള്ളിയിൽ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ചിലപ്പോൾ ഡിസ്പെൻസേഷനൊക്കെ വാങ്ങിച്ച് ചിലപ്പോൾ വേറെ കെട്ടാൻ പറ്റുമായിരിക്കും. പക്ഷേ ദൈവത്തിരുസന്നിധി ആ കണക്കിടപ്പുണ്ട്. കാര്യം എന്താണ്? നീ അന്ന് അമ്മ പറഞ്ഞു, ഇന്നിപ്പോൾ അമ്മ ജീവിച്ചിരിപ്പില്ല, അത് നിന്നെ ചട്ടക്കയറ്റിയ ആൻറ്റിമാരിന്ന് ജീവിച്ചിരിപ്പില്ല, അതെല്ലാം ചത്ത് തവള ചാകണ പോലെ ചത്ത് ചുവത്തേലൊരു പൊടിയാട് കിടപ്പുണ്ട്. അവരെ നശിപ്പിച്ച ജീവിതമാണ് നിൻ്റെത്. അവർ പറഞ്ഞത് കേട്ടിട്ടാണ് ഇന്ന് നിങ്ങൾ ജീവിത പങ്കാളി പിരിയണമെന്നൊക്കെ പറഞ്ഞിട്ട് ജീവിത പങ്കാളിയുമായിട്ട് താമസിക്കാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി നിങ്ങളെ സ്ക്രൂ ചെയ്യുന്നവർ ചിലപ്പോൾ അപ്പനായിരിക്കാം, ചിലപ്പോൾ അമ്മാവനായിരിക്കാം, ചിലപ്പോൾ അനിയത്തിയായിരിക്കാം, ആൻറ്റി ആയിരിക്കാം. ഇവന്മാരെല്ലാം ചത്ത് പാമ്പ് ചാകണ പോലെ ചത്ത് പൊടിയായിട്ട് ഇരിക്കും. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ പറഞ്ഞ കേട്ടിട്ട് ഒരിക്കൽ ദൈവത്തെ ഉപേക്ഷിച്ചവരാണ്. ദൈവത്തെ നമ്മൾ ഒരിക്കൽ ഉപേക്ഷിച്ചതിന് ശേഷം നമ്മൾ ഒരിക്കൽ ആ ദൈവത്തെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞാൽ ദൈവം തിരിച്ചു വരത്തില്ല.